ഹായ്, കുറേ ദിവസമായി നമ്മളെ വീതന തുറന്ന് നോക്കിയിട്ട് ഇന്നൊന്ന് തുറക്കാൻ പോവാണ്. നല്ല വെയിലും വെളിച്ചൊക്കെ ഉണ്ടായപ്പോൾ വീതനെ ശരിക്കും നമുക്കൊന്ന് മിസ് ചെയ്തിട്ടുണ്ട്. അടുപ്പ് തീ കത്തിച്ച ദിവസം വന്നത് അപ്പോൾ ഇതിൻ്റെ പിറന്നാളിന് തീ പിടിപ്പിച്ചതാ. അന്ന് പിന്നെ നമുക്കൊരു രക്ഷയില്ലല്ലോ, ഈ അടുപ്പത്ത് തന്നെ തീ പിടിപ്പിക്കണമല്ലോ. അന്ന് തീ പിടിപ്പിച്ചു, അന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കത്തിച്ചു. ഇപ്പം ഇന്ന് നമുക്ക് നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ അടുപ്പന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. പോയി വന്നപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് അടുക്കളയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത് ഈ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പ്രത്യേക രസം. അപ്പോൾ ഈ ആദ്യം നമുക്ക് വീതന അടച്ചൊന്ന് പൊന്തിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാ ജന്തുക്കളും വന്ന് കട്ടിട്ടുണ്ടാവോ. കൊടക്ക് ചെറുതായിട്ടൊരു കേട്. അപ്പൂസ ആ കൊട അപ്പുറത്തോണ്ട് വെച്ചതേന്നു. ജിമ്മിന് വേണ്ടിട്ട് ഈ കൊട വെച്ച് അതുകൊണ്ട് വെച്ചിട്ടുണ്ട്. മറ്റേ കേടുന്നില്ലേ. വേദനമ്മയ്ക്ക് വെള്ളമായിട്ടൊന്നുമില്ല. നല്ല ആ തകരം വെച്ച് ഷീറ്റ് വെച്ച് മൂടി വെച്ചിട്ടേ ഒന്നും പറ്റിയിട്ടില്ല. നമ്മൾ കൊണ്ടുവന്നിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ ഈ മഴയത്തൊക്കെ വെച്ചാലേ ഇതേമാതിരത്തെ തുരുമ്പ് വരും, ഇരുമ്പിൻ്റെ ആകൊണ്ട്. അപ്പം നമ്മളിത് ഒന്നും കൂടി കഴുകിയിട്ട് നമ്മൾ തുടച്ചിട്ട് നമുക്കൊരു കവറിൽ കെട്ടിയിട്ട് മുകളിലേക്ക് വെക്കണം. അല്ല, ഏത് ഇതോ ഇങ്ങനത്തെ കയ്യിലോട്ടെ വേണ്ടിയിട്ട് വരിക. ഇതുണ്ടോ, ഇത് ഇങ്ങനത്തെ കയ്യിലൊന്നും ഇനി കിട്ടണേ ആവോ. മറ്റേ അമ്മ ഇങ്ങനത്തെ കയ്യിൽ എന്താ പറയുക, അലുമിനിയം കയ്യിൽ. എത്ര വർഷമായമ്മ? അതോ ഞാൻ എത്ര വർഷാന്ന് പറയാൻ പറ്റൂല. കുറേ മുമ്പുള്ളത്. അച്ഛൻ മരിച്ചിട്ട് 23 കൊല്ലമായി. 25 കൊല്ലായിട്ടോ. 25 കൊല്ലായിട്ടോ. നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ, എത്ര നേരം വൈകിയാലും അപ്പം പിടിച്ചുണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പ്രശ്നമല്ല, തിന്നാൻ നേരത്തെ തന്നെ നമുക്ക് വേഗം എടിപ്പിടിയെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ കറികളൊക്കെ ഞാൻ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് പഠിച്ചത് കേട്ടോ. വീട്ടിൽ നിന്ന് അതൊന്നും ഇനി കൂട്ടിയതൊന്നും തന്നെ ഓർമ്മയില്ല, കാരണം അത്രയും ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കൂട്ടിയൊന്നും ഒരു ഐഡിയ ഇല്ല. ഒക്കെ ഇവിടെ വന്നിട്ടാണ് നിച്ചുണ്ടായത്. അപ്പോൾ എന്താ കറി എന്നറിയോ? പപ്പടമാണ്. പപ്പടത്തിൻ്റെ കറി ഇല്ലേ, അറിയോ? അറിയണവരൊക്കെ ഒന്ന് പറഞ്ഞു തരീട്ടോ. പപ്പടം കറി, പപ്പടം താളിപ്പ് എന്നും പറയാം. സംഭവം നല്ല രസമാണ്. പപ്പടം ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒക്കെ രസമാണ്. ആദ്യം കൂട്ടിയപ്പോൾ ഞാൻ ഇതെന്തത് പപ്പടം കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരും. പിന്നല്ലേ സന്തോഷനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. പപ്പടം കറി അമ്മ ഉണ്ടാക്കും. അമ്മ ഇടയ്ക്കിടയ്ക്ക് എത്ര പെട്ടെന്ന് അറിയോ ഉണ്ടാക്കണത്. അപ്പം ഇതെന്താ ഇതിങ്ങനെയെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് അതൊരു ശീലമായി. അത്ര നല്ല ടേസ്റ്റ് ആണ് സാധനം കേട്ടോ. അപ്പം ഞങ്ങളത് ഉണ്ടാക്കാൻ പോവാൻ. ഈ ഒരു പൊതുവിന് എപ്പോഴും ഒപ്പം ഉണ്ടാവും. ഉണക്കമീനാണ്. ആദ്യം നമുക്ക് പപ്പടം കാച്ചെടുക്കണം കേട്ടോ. പപ്പടം കാച്ചിയതിൻ്റെ ശേഷമാണ് പപ്പടം താളിക്കാൻ പറ്റുള്ളൂ. പപ്പടം താളിച്ചതിനപ്പോൾ ഒരു ഉണക്കമീൻ്റെ ഒരു കഷ്ണം.
കൊല്ലിയാണ് കേട്ടോ. നമ്മളിത് വേറെ സാധനം ഉണ്ടാക്കണം വിചാരിച്ചത്, പക്ഷെ അതിനുള്ള സാധനം നമുക്ക് ഒത്ത് കിട്ടിയില്ല. വിചാരിച്ചതല്ല കിട്ടിയത്. അപ്പം നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം ആക്കാം കേട്ടോ. നോക്കി കിടക്കണ സാധനം നമുക്ക് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഇതിൻ്റെ മുന്നേക്ക് നമ്മളെ കോഴിയുണ്ട് കൂട്ടിൽ ടെൻഷൻ അടിച്ച് നിൽക്കണേ. എൻ്റെ കുട്ടികളൊക്കെ ചത്തുപോയി. പിന്നെ പൂവൻ കോഴി അതിനിട്ട് എങ്ങോട്ടോ പോയി. അത് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണേ. കുറച്ച് അരി കൊടുക്കട്ടെ. എവിടെയാ എന്താണ്? വാ വാ വാ. മറ്റേതോടെ അതിനിട്ട് ഇങ്ങോട്ടോ പോയി. കൊറേ ഉണ്ടായിരുന്നു ചത്തല്. ഒമ്പതുണ്ടല്ലേ അമ്മ? കോഴിനെ വേണ്ട തോന്നുന്നു. ഇന്ന് എന്താ വേണ്ടേ? 9 കുട്ടികളൊക്കെ ചത്താ പിന്നെ വേണ്ട അതിന് വേണ്ട. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് കാരണം അതിന് പാവണ എല്ലാ കുട്ടികളും ചത്തുപോയി. ഇതൊന്ന് കഴുകി വെച്ചാൽ മതി. എന്നിട്ട് വെയിലത്ത് വെച്ച് അത് ഉണങ്ങിക്കോളും. എന്നിട്ട് അച്ഛൻ്റെ പരിപാടി ഓക്കെ ഓക്കെ. നമുക്ക് ചട്ടി ഒന്ന് ചൂടാഞ്ഞിപ്പല്ലേ. അടുത്ത മാസല്ലേ? അടുത്ത മാസം എന്തെന്ന് പിടിച്ച് വെക്കണമെങ്കിൽ ചെയ്യാനും ഇത് വെയിലത്ത് ഉണക്കട്ടെ. ഉണക്കണം എന്നാ ഇതിനകം ചൂടാക്കിയാലേ മറ്റേ വെള്ളം ഇന്ന് നിൽക്കൂലേ. നമ്മളെ അയലിൻ്റെ ഉള്ളത് പൊളിച്ചത് മുളക് കരിയട്ടെ നോക്കാം. ശരി ശരി. അടുപ്പേ കത്താതെ നിൽക്കല്ലേ. അത് കത്തി കിട്ടണില്ല. ഇപ്പം കത്തി മുള ഇട്ടാ തോന്നണുണ്ട്. എന്താ ഉഷാറ് കത്തണേ. കാലൊക്കെ ചേർത്ത് കാലൊക്കെ ഊരി ഞാൻ കത്തിച്ചു. ഇവിടെ നിൽക്കാൻ ചേട്ടാ വെയിലത്ത് വെട്ടിക്കടി വന്നിട്ടേ കുളിച്ചിട്ടില്ല. കുറച്ചുകൊണ്ട് കുളിക്കാം. ആദ്യം പപ്പടം കാച്ചി കൊടുക്കട്ടെ. എവിടേക്കാ? പുതിയ ആളാണല്ലോ. ചെറിയ കുട്ടിയെ മറ്റേ പ്രസവിച്ച അതാ മറ്റേ പ്രസവിച്ചെന്റെ കുട്ടിയെ തോന്നലുണ്ട്. നാളെ ഗർഭിണിയായത് പറഞ്ഞതോ? കൊറേ ഉണ്ടായിരുന്നു. ആ ഒരെണ്ണം മാത്രം എങ്ങനെ ബാക്കിയായി വന്നതാണ്. വയറ്റൊന്നുമില്ല. മീനും ചിക്കനൊന്നും കിട്ടാല്ല. പച്ചമീനൊന്നും മീൻ ചിക്കന് സമരം നല്ല റേറ്റ്. മീനില്ല. നമ്മളിങ്ങനെ അങ്ങനെ മേടിക്കാത്ത നമുക്ക് അറിയാമല്ലോ. കൂട്ടാൻ പാടില്ല. പിന്നെ കപ്പലും ആരും വാങ്ങില്ല. നമ്മള് കൊറേ കാലമായില്ലേ വാങ്ങിട്ട്. എപ്പോഴേലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മള് വീട്ടിലില്ല. പാടില്ല എന്ന് പറഞ്ഞിട്ടേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ സൂക്കട വല്ലേ വരുന്നപ്പോ പിന്നെ ഈ തിന്നിട്ട് സൂക്കട തിന്നാക്കാനല്ലേ. ഉണക്കമീൻ അതിലേറെ വിഷമാണ്. പക്ഷെ ഉണക്കമീൻ നല്ലോണം കഴുകി കഞ്ഞിവെള്ളത്തിലും ഒക്കെ ഇട്ട് നല്ലോണം കഴുകിട്ടൊക്കെ എടുക്കണേ. അത് വേറെ മീനാ. ഏട്ടമീനാണ്. പിന്നെ ഏട്ടമീൻ ഇങ്ങനെ വെള്ളിയില്ലല്ലോ കഴുകാൻ. വഴുക്കല് പെട്ടെന്ന് പോവാനൊക്കെ അങ്ങനെ. എന്തൊക്കെ പൊട്ടി തെറിക്കണേ വെള്ളമായോ? പപ്പടം കച്ചി കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. ആ എണ്ണയിൽ കൂടെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിതാക്കി അരിഞ്ഞ് ഒന്ന് മൂപ്പിക്കുക. അതോ താളിക്കുമല്ലോ. ഇല താളിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ലോണം ഒന്ന് ചുമപ്പിക്കുക, മൂപ്പിച്ചെടുക്കുക. അമ്മ ഇളക്കണ കയ്യിലേതാ നോക്കി. അവളതാ കഞ്ഞിവെള്ളം കൊണ്ട് തേച്ചിട്ടുണ്ട്.
നമ്മളെ താത്താര് പോയെ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഇട്ട്, ഉള്ളി മൂത്തമ്മക്കിന് കറിവേപ്പിന് പച്ചമുളകും കൂടി ഞാൻ ഇട്ടു കേട്ടോ. അപ്പോൾ ഉള്ളി മാത്രം കടന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്ന് വിചാരിച്ച് മുളകും കറിവേപ്പിന് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി എന്തൊക്കെയാണ് അമ്മേനെ ആക്കും. അമ്മയ്ക്ക് അതിൽ കൂടുതൽ അറിവ്. അമ്മ കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് പപ്പടം താളി. താളി. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് വെറുതെ കഞ്ഞിവെള്ളത്തിൽ ഉണ്ടാക്കും, പൊടികളൊക്കെ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ പൊടികളിട്ടല്ലേ ഉണ്ടാക്കുന്നത്. നമുക്ക് കഞ്ഞിവെള്ളം വയ്ക്കാം. തീ അറിയില്ലല്ലോ. ഈ അറിയാന് ഞാൻ വിറക് അത് തിരിഞ്ഞെടുത്ത് വെച്ചിരുന്നു. ആ താത്താന് വർത്താനം പറഞ്ഞപ്പോൾ. ശരി, അതാവും പറയാൻ. കുറച്ച് കറി കുറച്ചുകൂടി ഉണ്ടായിക്കോട്ടെ. വെള്ളരിക്ക കറി രാത്രിക്ക് കഞ്ഞി. നമ്മൾ വെള്ളരിക്ക ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. വെള്ളരിക്ക കരിഞ്ഞൊക്കെ പാകാക്കി വെച്ചിരുന്നു. പിന്നെയാണ് പപ്പടം ഉണ്ടാക്കാറ്. പപ്പടം കണ്ടപ്പോൾ പപ്പടത്തുമ്മയ്ക്ക് കാല് മാറിയതാണ്. പിന്നെ 12 മണിയൊക്കെ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളരിക്ക അത് അരച്ച് ഒക്കെ കറി ആകുമ്പോഴേക്കും കുറേ നേരമാവില്ലേ. അപ്പോൾ ഇതാണ് പെട്ടെന്ന് ആവാൻ പറ്റുക. ആദ്യം പപ്പടം പൊടിച്ചേക്കലമ്മ എന്നിട്ട് ഉണക്കലാക്കാം. അപ്പോൾ നോക്കിയാൽ പപ്പടം ഇങ്ങനെ കറിക്ക് ഇടല്ല കേട്ടോ. ഇങ്ങനെ വെക്കുക. മതിയോ? കണ്ടോ ഇത്ര മതി പപ്പടം കൊണ്ട്. മതി. ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. പപ്പടത്തിന് ഇറക്കി ഒന്ന് കടിക്കണ്ടേ. അപ്പോൾ നല്ലോണം പൊടി പൊടിയാക്കാതെ ഒരു ലേശം മഞ്ഞൾപ്പൊടി, കുറച്ച് കറിക്കിടും പോലെ ഒന്നും ഇടണ്ട. പിന്നെ ഒരു ലേശം മുളക് പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി. ഉപ്പിട്ട് ഉപ്പ് നമുക്കൊരു തുള്ളി മതിപ്പം. പപ്പടത്തിൽ ഉപ്പുണ്ടായ കാരണം പപ്പടം ഉപ്പാണ്. ഇനി ഇത് തിളക്കട്ടെ. എന്നിട്ട് പപ്പടം ഇട്ട് കൊടുക്കുക. പപ്പടം ഇട്ട് കൊടുക്കണേ. തിളച്ചിട്ട് നമുക്ക് കാണാം. അപ്പം ഈ മുളേൻ്റെ വിറക് ഭയങ്കര ചൂടുണ്ടല്ലേ അത്? നല്ല ചൂടാണ്. അപ്പോൾ നല്ലോണം കത്തിയാൽ തിളച്ചിട്ട് അടുപ്പിൽ പോകും. ഈ അടുപ്പന്നെ കുറച്ച് നേരം കത്തിയാലേ നല്ല ചൂടാണ്. അപ്പോൾ എല്ലാ അടുപ്പത്തും കത്തി കുറേ കഴിഞ്ഞിട്ടുള്ള ചൂടെടുക്കുക. ഇതാണെങ്കിൽ ഗ്യാസ് നമ്മൾ പണിയെടുത്തിപ്പോൾ ഇങ്ങനെ ശീലമായിട്ടേ ഇത് എളുപ്പം തിളക്കേ. ഗ്യാസുമ്പോൾ എത്ര നേരം കൊണ്ട് കഴിയില്ല, കറിയാവില്ല. നമ്മൾ ഉപ്പുണ്ടാക്കുക. തുള്ളിയും കൂടി ഇടണം. പക്ഷേ ഇത് പപ്പടത്തിന് ഉപ്പുണ്ടാവുകൊണ്ടേ അപ്പം നമുക്ക് വേഗം ചോറിനാൻ പപ്പടം കാച്ചിയതും പപ്പടം താളിച്ചതും. നമുക്കൊരു അച്ചാറും പുളിയിഞ്ചിയൊക്കെ മുളക് എന്നെ സമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി കുത്തിയിട്ട് ആ ഉണക്കമീൻ കൂടി കുത്തി കഴിക്കാം. ഇത് തിളച്ചിട്ട് ഇത് വാങ്ങിക്കാൻ ഒന്ന് തിളച്ചാൽ മതി. വാങ്ങിക്കാം. ഇത്രയേ ഉള്ളൂ താളിപ്പ്. നമ്മൾ ഉണക്കമീനിക്ക് ഇല്ല. ഉണക്കമീൻ കഞ്ഞിവെള്ളത്തിലിട്ട് കഴുകിയാലേ പെട്ടെന്ന് ക്ലീൻ ആവും. അതിൻ്റെ ആ അഴുക്കൊക്കെ പെട്ടെന്ന് ഇളകിപ്പോരും. വേണ്ട കൂട്ട നല്ല കളർഫുൾ ആയിട്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഉപ്പുണ്ടാവും കിട്ടണില്ല. അപ്പോൾ കറി ആയിട്ടോ. ഇനിയിപ്പോൾ ഉണക്കൽ വറക്കാതെ അത് പിന്നെ അധികം പണിയൊന്നുമില്ല, അത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഒരു കുറച്ച് മുളക് കുറച്ച് മഞ്ഞപ്പൊടി കൂട്ടിയിട്ട് ഒന്നിട്ട് പൊരിച്ചെടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂട്ടി ചതച്ചിട്ട് പൊരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊരിക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണക്കമീൻ എങ്ങനെ പൊരിച്ചാലും രസമാണ്. ഉണക്കത്തള പ്രത്യേകിച്ച്. അപ്പോൾ ഇനി ഇതുകൂടി പൊരിച്ചെടുക്കട്ടെ.
ഇനി ഇതൊക്കെ പൊരിച്ചൊക്കെ ആകുമ്പോഴേക്കിന് നമ്മൾ വിശേഷം കുറെ വലിയതാവും. അപ്പൊ നാളെ കാണാം അല്ലേ? അപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ. വെൽക്കം. ബൈ.